ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴിയ എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കേൾക്കാത്തിന്റെ കീഴിലേക്ക് പോവാം. എങ്ങനെയുണ്ട്? പനിയൊക്കെ മാറിയോ? കുറവില്ലേ? ചെറിയൊരു കുറവുണ്ട്. അത് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സൗണ്ടിലും ആ ഒരു മുഖത്ത് തന്നെ ഒരു പ്രസന്നത തോന്നുന്നുണ്ട്. പക്ഷെ ആ പഴയ വൈബ് നാളെ കൊണ്ട് വരും ചിലപ്പോൾ. അതൊക്കെ പോട്ടെ, വേൾഡ് കപ്പിന്റെ ആ ഒരു വൈബ് വന്നോ? വേൾഡ് കപ്പിന്റെ വൈബ് നാളെ വരും. അത് ശരി കേട്ടോ. ഇതുവരെ ഉണ്ടായിരുന്ന പക്ഷെ ഫസ്റ്റ് കളി നല്ല വൈബായിരുന്നു. മെക്സിക്കോയും സമയം ചെറിയ പ്രശ്നമുണ്ടോന്ന് തോന്നുന്നു. സമയം നന്നായിട്ട് ഇന്ത്യയെ നന്നായിട്ട് ബാധിക്കും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഒന്നാമത് ഈ പുലർച്ചെ 3:30 ആ ടൈമിലൊക്കെ കളി കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാല്, അതായത് എല്ലായിടത്തും ഒരു സ്ഥലത്ത് പ്രൊജക്ടറൊക്കെ വെച്ച് എല്ലാവരും അവിടെ പോയി കാണുന്ന രീതി ഉണ്ടല്ലോ, അതിൽ എണ്ണം കുറയും. അതിലാണ് ഇപ്പൊ. പക്ഷെ കോഴിക്കോട് ഭാഗത്ത് ആ സാധനം കൂടുതലുള്ളത്. അവിടെ ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷെ ഫാമിലീസ് ഒക്കെ ഇറങ്ങുന്ന രീതിയില്ലേ, അതിനൊക്കെ ചില മാറ്റങ്ങൾ വന്നേക്കാം. അത് ഈ ഒരു ടൈമിന്റെ വേൾഡ് കപ്പിന് എനിക്ക് തോന്നുന്നു കുട്ടികളും ഫാമിലിയും ഒക്കെ ഇറങ്ങാൻ കാരണം അതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ 10:30 നടക്കുന്ന മാച്ച് ഉണ്ട്, അതിനൊക്കെ ആളുണ്ടാവും. അതിലൊക്കെ എങ്ങനെ ഫാമിലീസ് ആയിട്ടാണെങ്കിൽ വന്നത്. അത് അർജന്റീനയുടെ സെക്കൻഡ് മാച്ച് 10:30. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കട്ട അർജന്റീന ഫാൻസ് ആണ്. നമ്മളെ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഡെയിലി ഉണ്ടാവും സ്റ്റോറി, അതങ്ങനെ തട്ടും. ഈ വേൾഡ് കപ്പിൽ സത്യത്തില് അതായത് നമ്മളെല്ലാം നേടി സമ്പൂർണ്ണതയായി. ലൈഫിൽ എന്തെങ്കിലും ഇനി ആഗ്രഹം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേതായ പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും, മെസ്സി കപ്പടിച്ചല്ലോ, അത് അർജന്റീന തന്നെ, ഇനി എന്ത്. അങ്ങനെ ഒരു സമ്പൂർണത എത്തി നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ, ചാമ്പ്യൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ചാമ്പ്യന്മാരാണ്, നിലവിലെ ചാമ്പ്യന്മാരാണ്. കപ്പടിക്കാനല്ല വരുന്നത്, കപ്പ് നിലനിർത്താനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ആവേശം അധികം ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവനാണ് എന്നേക്കാൾ ആവേശം കുറച്ച് മുൻപേ വന്നത്. ഇവൻ സ്റ്റോറി ഇട്ട് ഇങ്ങനെ ഓരോ ദിവസം മെസ്സിൻ്റെ ഓരോ ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ അവൻ സ്റ്റോറി ഇടും. അപ്പോഴാണ് എനിക്ക് വേൾഡ് കപ്പ് വരുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു വൈബിലേക്ക് വന്നത്. പിന്നെ അല്ലാണ്ട് നമ്മള് ഏറ്റവും കൂടുതൽ ആവേശത്തോടെ ഇപ്പോഴും ഇപ്പൊ കളി തുടങ്ങിയിട്ട് പോലും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതൊരു ഭയങ്കര ഒരു കാത്തിരിപ്പാ. അതായത് 17-ാം തീയതി ആവാൻ വേണ്ടിട്ട്, ഫസ്റ്റ് മാച്ച് കാണാൻ വേണ്ടിട്ട്. ഈ വേൾഡ് കപ്പിന് തീരെ ആവേശമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തുടക്കത്തിൽ അങ്ങനെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് കാരണം എനിക്ക് തോന്നുന്നു അർജന്റീന കപ്പടിച്ചു എന്നുള്ളതാണ്. ഒരു വിഭാഗം, അതായത് അർജന്റീന ഫാൻസ് അല്ലാത്ത മറ്റെല്ലാ വിഭാഗവും സാമ്പാർ മുന്നണി, അവരെല്ലാവരും ഒറ്റക്കെട്ട. എന്താണെന്നറിയോ, നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്തത് എന്താ, അവർക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, അർജന്റീന അടിക്കരുത്, അതായത് മെസ്സിക്ക് അടിക്കരുത്. മെസ്സി ഗോട്ടായി മാറുക എന്നുള്ള ലെവലിൽ ഒരു അക്സെപ്റ്റ് ചെയ്യുന്ന ലെവലിലേക്ക് മാറണമെങ്കിൽ ഒരു വേൾഡ് കപ്പ് പോയി കിട്ടിക്കഴിഞ്ഞാൽ അതിനി എത്ര അങ്ങനത്തെ ചിന്തകൾ നടന്നിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് കിട്ടി. അതും കിട്ടേണ്ടത് മൊത്തം എല്ലാം കോപ്പ അമേരിക്ക 2 ഒരു ഫൈനലിസ്മ, കഴിഞ്ഞ ഫൈനലിസ്മ നടന്നില്ല, അതായത് സ്പെയിനുമായിട്ടുള്ളത്. അത് നടന്നിരുന്നെങ്കിൽ നമുക്ക് ഏതാണ്ടൊക്കെ ഈ വേൾഡ് കപ്പിന്റെ കാര്യത്തിൽ തീരുമാനം ആകുമായിരുന്നു, അറിയാമായിരുന്നു തീർച്ചയായിട്ടും എങ്ങനെ ഉണ്ടെന്നുള്ള ടീമിന്റെ കാര്യത്തിൽ. പിന്നെ ഒരു വേൾഡ് കപ്പ് അടിച്ചു, എല്ലാം നേടി. അപ്പം എന്തായാലും തുടർച്ചയായി 2 കോപ്പ അടിച്ചു. അപ്പോൾ തുടർച്ചയായിട്ട് വേൾഡ് കപ്പ് അടിക്കാൻ തന്നെ ആയിരിക്കും മെസ്സി വരുന്നത്. ഒന്നും അറിയാതെ വെറുതെ അമേരിക്കയിൽ പോയി കാലെത്തൂരല്ല ആള്, ഒരിക്കലുമില്ല. അതായത് ചില ആൾക്കാർ അങ്ങനെയാണ്, അവിടെ ആ ലോകം പിടിച്ചെടുക്കണമെങ്കിലേ അവിടെ പോയി അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അറിഞ്ഞ് അതിന് ശേഷം വേണം പ്ലാൻ തയ്യാറാക്കാൻ. തീർച്ചയായിട്ടും അതിനുശേഷം പ്ലാനും തയ്യാറാക്കിയിട്ടാണ് അവിടെ പോണത്. അതെ, അവിടെ പഠിച്ചു കഴിഞ്ഞു. അതായത് ആ കപ്പ് ആള് വിരമിക്കുന്നോടം വരെ അത് അർജന്റീനയുടെ ആ ഷെൽഫിൽ തന്നെ ഇരിക്കണം എന്നുള്ളതാണ് ആളുടെ ആഗ്രഹം, ആരാധകരായ നമ്മുടെ. അതെ അതെ, എന്തായാലും മെസ്സി അത് നിലനിർത്തുന്നുള്ള പ്രതീക്ഷ. നല്ല ടീം തന്നെയാണ്. പിന്നെ കോർഡിനേഷനാണ്, ആ കോർഡിനേഷൻ കൂടി ആയിക്കഴിഞ്ഞാൽ സെറ്റാണ്. ഇതിന് മുൻപ് നടന്ന സന്നാഹ മത്സരമൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. അത് നല്ല മാച്ചുകളായിരുന്നു കേട്ടോ, എല്ലാം നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ബ്രസീലിൻ്റെ കളിയാണ് നമുക്ക് നാളെ ഉള്ളത്. പുലർച്ചെ ഒരു കിടുകിണ്ണാച്ചി കളി കാണാൻ പറ്റും എന്നുള്ളതാണ് പ്രതീക്ഷ. കാത്തിരിക്കുകയാണ്. അതായത് മൊറോക്കോ ആയിട്ടാണ് ബ്രസീലിന്റെ കളി. പക്ഷെ മൊറോക്കോ മോശം ടീമല്ല, പക്ഷെ എപ്പോഴും ഒരു അട്ടിമറി പ്രതീക്ഷിക്കാവുന്ന ടീം തന്നെയാണ് മൊറോക്കോ. അതുകൊണ്ട് തന്നെ കാനറികൾ കുറച്ച് പേടിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ കളി നന്നാവണം, ബ്രസീലും കയറി വരണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. കാരണം നെയ്മർ എന്ന് പറയുന്ന ഒരു കളിക്കാരൻ, അതായത് അത് നമ്മുടെ അതിന്റെ ആളും
അവസാനത്തെ വേൾഡ് കപ്പാണ് കളിക്കാൻ പോണത്. അപ്പം ആള് കുറെ ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ബ്രസീൽ ടീമിലേക്ക് കയറിയിട്ടുള്ളത് പോലും. ലാസ്റ്റ് ഡാൻസ് ആണ് എല്ലാവർക്കും. നമുക്കറിയില്ല, ആള് നോ പറയാത്തോടത്തോളം കാലം അത് പറയാൻ പറ്റില്ല. അല്ല, ഇതുവരെ കേട്ടറിവ് വെച്ചിട്ട് മെസ്സി ഈ വേൾഡ് കപ്പോട് കൂടി ലാസ്റ്റ് ആയിരിക്കും ആളുടെ വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നത് എന്നുള്ള ആള് ഏകദേശം പുറത്ത് വന്നിട്ടുള്ള ന്യൂസാണ്. പിന്നെ നെയ്മറിന്റെ കാര്യത്തിൽ കൺഫേം ആണ്. നെയ്മറിന്റെ കാര്യത്തില് ഏതാണ്ട് കൺഫേം ആണ്. പിന്നെ ക്രിസ്ത്യാനോ കൺഫേം ആണ്. മെസ്സിന്റെ കാര്യത്തിൽ ഏതാണ്ട് കൺഫേം ഒക്കെ തന്നെയാണ്. പക്ഷെ കപ്പടിച്ചാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. കപ്പടിച്ചാൽ ചിലപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിൽക്കുന്നുണ്ടോ. ഞങ്ങൾക്ക് മറ്റേ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മറ്റേ എന്താ പറയാ, ഈ ഹാട്രിക് അടിച്ചാലേ ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തുള്ളൂ. ആള് ആൾറെഡി ഒന്ന് വിരമിച്ചാണല്ലോ, തിരിച്ചു വന്നാണ്. അപ്പം വിരമിക്കേണ്ട കാര്യങ്ങളൊക്കെ ആള് അന്ന് ഇത് നടന്നത് കൊണ്ട് മറന്നുപോയി. ഇനി വിരമിക്കുക എന്ന് പറഞ്ഞ സാധനം ആൾക്കില്ലാന്ന് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും കളിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു പ്രതീക്ഷ നമുക്കും ഉണ്ട് കേട്ടോ. ഇനി മേ ബി പറയാൻ പറ്റൂല എന്തായിരിക്കും തീരുമാനം എന്നുള്ളത്. തോറ്റാൽ എന്തായാലും ഉറപ്പായിട്ടും വിരമിക്കും, അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. കപ്പടിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വിരമിക്കും. അത് ഈ വേൾഡ് കപ്പ് ആളുടെ അർജന്റീനയുടെ കുപ്പായത്തിൽ ലാസ്റ്റ് കളി അത് ഏതാണ് എപ്പോഴാണ് പുറത്താണ് അന്ന് അല്ലേ. സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ ഒരു ടൈം നമ്മള് ഫുട്ബോൾ കാണാൻ തുടങ്ങിയ സമയം മുതൽ ഇങ്ങനെ കേട്ട് പരിചയമായ പേരുകളാണ് ഈ 3 പേരും. ആ 3 പേരുടെയും ഫുട്ബോളിന്റെ, അതായത് വേൾഡ് കപ്പിലെ ലാസ്റ്റ് മാച്ചുകളാണ് നടക്കുന്നത്. എന്തായാലും ലാസ്റ്റ് വേൾഡ് കപ്പ് തന്നെ ആയിരിക്കും തന്നെ തോന്നുന്നത്. അതെ, എന്തായാലും 4 വർഷം കഴിഞ്ഞിട്ടല്ലേ. തകർക്കട്ടെ, 3 പേരും തകർക്കട്ടെ, എല്ലാവരും തകർക്കണം. പക്ഷെ കപ്പ് ഞങ്ങൾ എടുക്കും. നിങ്ങൾ തകർത്തോ കളിച്ചോയോ ഒന്നും ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. പക്ഷെ കപ്പ് അത് ഞങ്ങൾക്കാണ്. അത് അത്രേ ഉള്ളൂ. എന്തായാലും ഞങ്ങളുടെ ഏരിയ മുണ്ടയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള വാശിയിലുള്ള കുറെ പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് എന്താണെന്ന് അറിയാം, ഇത് ഒരിക്കലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലോ അങ്ങനത്തെ സംഭവം ഒന്നല്ലോ. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലുള്ള ഒരു ആവേശം ഉണ്ടല്ലോ. അവിടെ ഇത്രയാണെങ്കിൽ ഇതിന്റെ അപ്പുറത്ത് ഇത്ര ആ ഒരു സാധനം അത് നന്നായിട്ട് നല്ല അതിന്റെ ഒരു വൈബൊന്നും വേറെ തന്നെ കേട്ടോ. ഈ ഒരു ഞങ്ങളുടെ ഈ ഏരിയയിൽ എല്ലായിടത്തും ഉണ്ട്. ഞങ്ങൾക്ക് നമ്മുടെ ഏരിയയിലുള്ളത് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അതെ, മലപ്പുറം മാത്രമല്ല കോഴിക്കോട് മലബാർ ഏരിയയിലൊക്കെ ഏതാണ്ട് ഈ ഒരു ആവേശം തന്നെയാണ്. അർജന്റീന ബ്രസീൽ എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് അവരിങ്ങനെ രണ്ട് ചേരിയ നിന്നാലും പരസ്പരമുള്ള സൗഹൃദം വേറെ ഉണ്ട്. അത് വേറെ സത്യം. ഭയങ്കര വൈരാഗ്യമുള്ള ഒന്ന് പറഞ്ഞ് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും അർജന്റീന ആയതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടാണെങ്കിൽ ഇതേപോലെ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ഞങ്ങള് വീഡിയോ ഞങ്ങള് അമ്മിനൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഇവനും മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു. ഇവൻ ചെന്നൈ ആയി മാറിയതിനു ശേഷം ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ പുറത്തു വിട്ടതാ. അന്ന് ഞങ്ങള് കണ്ടല്ലേ. അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതൊക്കെ ഒരു നമ്മൾ പറഞ്ഞ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടല്ലോ, അതിൽ മാത്രമാണ് ഇത് പോവുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു സാധനത്തിലേക്ക് ഇവിടെ ഞങ്ങൾ അറിയുന്ന സ്ഥലങ്ങളിലൊന്നും അങ്ങനെ സംഭവിക്കാറില്ല, സംഭവിച്ചിട്ടില്ല. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് രീതിയിൽ എന്താ പറയാ സഹായങ്ങളൊക്കെ ചെയ്തിട്ട് ഇറക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിനും അങ്ങോട്ട് അവിടെ പോയിട്ട് അവര് സപ്പോർട്ട് ചെയ്യും, ഇവിടെ വന്നിട്ട് അവര് അങ്ങനത്തെ ഇതിൽ തന്നെയാണ് എല്ലാം ഇവിടെ നടന്നു പോകുന്നത്. എന്തായാലും നാളെ കൊണ്ട് ആവേശം ബുദ്ധിമുട്ടി കയറുമെന്നുള്ളതാണ് പ്രതീക്ഷ. കാരണം നാളെ വരുന്നത് ചെറിയ ടീമല്ല, ബ്രസീലാണ്. ബ്രസീൽ 5 കപ്പിന്റെ, അതായത് 5 വേൾഡ് കപ്പിന്റെ എണ്ണം പറഞ്ഞ കണക്ക് പറയാനുണ്ട് അവർക്ക്. അവരുടെ തൂക്കം എന്നും മറ്റുള്ള ടീമിന്റെ താഴെയാണ് എപ്പോഴും. അതെന്താണെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും 5 കപ്പ് എന്ന് പറഞ്ഞാൽ അത് വലുത് തന്നെയാണ്. നമുക്ക് ഒരിക്കലും അത് ചെറുതെന്ന് പറഞ്ഞ് കാണാൻ പറ്റുന്ന സാധനമല്ലല്ലോ. ഇവിടെ 3 അർജന്റീനയ്ക്ക് പോലും 3 കപ്പുണ്ട്. പക്ഷെ എന്തിന് നിലവിലെ ചാമ്പ്യന്മാരാണ്. എന്നാ പോലും അവര് വന്നിട്ട് ഞങ്ങൾക്ക് 5 കപ്പില്ലേടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ താഴെ തന്നെയാണ്. അതിനകത്തൊന്നും ഒരു സംശയമല്ല. പക്ഷേ 4ാമത്തെ കപ്പ് ഞങ്ങൾ കൊണ്ടുപോകും. എന്തായാലും പോവല്ലേ. അല്ലേ, കഴിഞ്ഞ വേൾഡ് കപ്പ് ഇല്ലേ 2022 നടന്ന ഖത്തർ വേൾഡ് കപ്പ്, അതിനുശേഷം ഇനി ഒരു വേൾഡ് കപ്പ് മെസ്സി കളിക്കോ എന്നുള്ള സംശയത്തോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പലരും. അതിന്റെ സംശയമൊക്കെ ഇപ്പൊ മാറിക്കാണും. പിന്നെന്താ, തീർച്ചയായിട്ടും മേ ബി അതുപോലെ തന്നെ ആയിരിക്കും ഇനി അടുത്ത ചിലപ്പോ പറയാൻ പറ്റില്ല. അതിനകത്തൊന്നും ഒരു ഡൗട്ട് ഇല്ല. അത് 48 വയസ്സ് വരെ ശരിക്കും സിമ്പിൾ ആയിട്ട് കളിക്കാൻ പറ്റും. സ്പീഡിന് കുറച്ച് കുറവുണ്ടാവുള്ളൂ, സ്കില്ലിനൊന്നും ഒരു കുറവില്ല. അതൊരു മാറ്റം ഉണ്ടാവും. കളിച്ചടാ
മൂപ്പരൊക്കെ നല്ല 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 പ്രായം ഉണ്ടായിരുന്നല്ലോ. പിന്നെ അതൊക്കെ അത്യാവശ്യം നല്ല ഏജിൽ കളിച്ച ആൾക്കാരാ. പിന്നെ മറ്റേ ഫോർലാന് തിരിച്ചു വന്നില്ലേ? ഫോർലാൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അത് 40 എത്രയല്ലേ? അതെ അതെ, അങ്ങനെ കുറെ പേരുണ്ട്. എന്താണെങ്കിലും മെസ്സിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ നോ വന്നിട്ടില്ല, വലിയൊരു പ്രതീക്ഷയാണ്. ഈ വേൾഡ് കപ്പിന്റെ അതായത് ഞങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ വേൾഡ് കപ്പ് നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാവുന്നത് മെസ്സി അവിടെ നിലനിൽക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് വേൾഡ് കപ്പ് ആള് നിർത്തിയാൽ ചിലപ്പോൾ ഇനിയും മൂപ്പര് കുറേ കാലം ഈ അർജന്റീന കുപ്പായത്തിലുണ്ടാവും. അതൊരു സത്യയുടെ കാര്യം. അത് ഈ ഫസ്റ്റ് ആള് വിരമിച്ചല്ലോ, അത് ഒരു 3 ഫൈനലിലാണ് തോറ്റത്. 4 ഫൈനൽ, അതായത് ഒരു വേൾഡ് കപ്പും 3 കോപ്പയും അല്ലേ? അതിനുശേഷമാണ് വീണ്ടും തിരിച്ചു വരവ്. അതായത് അതിനുശേഷം വിരമിച്ചു, എന്നിട്ട് ആളെ അനുനയിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം അടുത്ത കോപ്പയില് ആള് തോറ്റിരുന്നെങ്കിൽ അന്ന് വിരമിച്ചാനെ ഉറപ്പായിട്ടും. അതാണ് നമ്മുടെ ലാസ്റ്റാണ്. ഇനി വേറൊരു ഓപ്ഷൻ ഇല്ലാത്ത സമയത്ത് ജയിച്ചു. അത് കഴിഞ്ഞ് അടുത്ത കോപ്പ അതും ജയിച്ചു. പിന്നെ വേൾഡ് കപ്പിൽ അന്ന് തോറ്റിരുന്നെങ്കിൽ അന്ന് വിരമിച്ചാനെ. കപ്പടിച്ചു, ആളിപ്പോഴും ഉണ്ട്. ഇനി കപ്പടിക്കും, ഞങ്ങൾ ഇനി അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ എന്താണെങ്കിലും പോവാണ്. കിഴി എപ്പിസോഡ് ചെയ്യാൻ വന്നാണ്. സത്യം. അടുത്ത വീഡിയോ കിഴി എപ്പിസോഡ് ചെയ്യുക. അപ്പൊ എന്തായാലും പോട്ടെ, ബൈ.